ബക്രീദ് ആഘോഷത്തോടനുബന്ധിച്ചുള്ള യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകൾ ബുധനാഴ്ച സർവീസ് നടത്തും. ബംഗളൂരു കന്റോൺമെന്റ് കണ്ണൂർ സ്പെഷ്യൽ ബുധനാഴ്ച വൈകിട്ട് 4:30 കന്റോൺമെന്റിൽ നിന്നും പുറപ്പെട്ട് നാളെ രാവിലെ 7:50 കണ്ണൂരിലെത്തും. കെആർപുരം, ബംഗാൾപേട്ട്, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോത്തന്നൂർ, പാലക്കാട്, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. കണ്ണൂർ ബംഗളൂരു കന്റോൺമെന്റ് സ്പെഷ്യൽ വ്യാഴാഴ്ച രാവിലെ 10 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 29 രാത്രി 12:30 കന്റോൺമെന്റിലെത്തും. കണ്ണൂർ SMVT ബംഗളൂരു സ്പെഷ്യൽ ബുധനാഴ്ച വൈകിട്ട് 6:25 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ 9 SMVT ബംഗളൂരുവിലെത്തും. തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട്, പോത്തന്നൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ബംഗാൾപേട്ട്, കെആർപുരം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. അവധിക്കാല യാത്ര തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്കുള്ള 4 സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് ജൂൺ അവസാനം വരെ നീട്ടി. ദക്ഷിണ പശ്ചിമ റെയിൽവേ നേരത്തെ മെയ് അവസാനം വരെ സർവീസ് അനുവദിച്ച ട്രെയിനുകളാണ് ജൂൺ വരെ ദീർഘിപ്പിച്ചത്. അവധിക്കാല യാത്രാ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്കുള്ള 4 സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസാണ് നീട്ടിയത്. അതിനിടെ ഹുബള്ളി കൊല്ലം സ്പെഷ്യൽ ജൂൺ 21 വരെ, കൊല്ലം ഹുബള്ളി സ്പെഷ്യൽ 22 വരെ, SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് ജൂൺ 22 വരെ, തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു 23 വരെ, SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് 24, തിരുവനന്തപുരം നോർത്ത് 25 വരെ, SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് 26 വരെ, തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു 28 വരെയും, എറണാകുളം പാലക്കാട് റൂട്ടിലൂടെയും പാലക്കാട് പൊള്ളാച്ചി പാതയിലൂടെയും ദിവസേന ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണ യാത്രക്കാർക്ക് ആശ്വാസകരമായ തീരുമാനവുമായി ദക്ഷിണ റെയിൽവേയും രംഗത്തെത്തി. ഏറെ നാളായി ഉയർന്നുവരുന്ന യാത്രക്കാരുടെ തിരക്കുമായി ബന്ധപ്പെട്ട പരാതികളും ഓഫീസ് സമയങ്ങളിലെ അസഹ്യമായ തിരക്കും പരിഗണിച്ച് നിലവിൽ സർവീസ് നടത്തുന്ന 8 കോച്ചുകളുള്ള മെമു ട്രെയിനുകൾക്ക് പകരം 12 കോച്ചുകളുള്ള പുതിയ മെമു റേക്കുകൾ വിന്യസിക്കാനാണ് റെയിൽവേ തീരുമാനിച്ചത്. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം പ്രാബല്യത്തിൽ വരും. ദക്ഷിണ റെയിൽവേയുടെ ചീഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ മാനേജർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സർവീസ് ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കിയത്. നിലവിൽ പാലക്കാട്, എറണാകുളം, പാലക്കാട്, പൊള്ളാച്ചി റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന മെമു സർവീസുകളിലാണ് പുതിയ 12 കോച്ചുകളുള്ള റേക്കുകൾ ഉപയോഗിക്കുന്നത്. ചൊവ്വാഴ്ച പാലക്കാട് മെമു ഷെഡിൽ പുതിയ റേക്കുകളുടെ സാങ്കേതിക പരിശോധനകളും സുരക്ഷാ പരിശോധനകളും വിശദമായി പൂർത്തിയാക്കിയ ശേഷമാണ് സർവീസിന് അനുമതി നൽകിയിരിക്കുന്നത്. ഈ റൂട്ടുകളിൽ ദിവസേന യാത്ര ചെയ്യുന്ന ഓഫീസ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ, വ്യാപാരികൾ, ചികിത്സാ ആവശ്യങ്ങൾക്കായി വലിയ ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾ, വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തുടങ്ങി വലിയൊരു വിഭാഗം ആളുകൾ ഏറെക്കാലമായി ട്രെയിനുകളിലെ തിരക്കിനെതിരെ പരാതിപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് രാവിലെ ഓഫീസുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്ന സമയങ്ങളിലും വൈകുന്നേരങ്ങളിൽ മടങ്ങിയെത്തുന്ന സമയങ്ങളിലും ട്രെയിനുകളിൽ കയറാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം പതിവായിരുന്നു. പല യാത്രക്കാരും വാതിക്കൽ നിന്നോ അതീവ തിരക്കിനിടയിലോ യാത്ര ചെയ്യേണ്ടി വന്നു. പുതിയ കോച്ചുകൾ കൂട്ടിച്ചേർക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണം കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും യാത്ര കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദമായി മാറുമെന്നും റെയിൽവേ പ്രതീക്ഷിക്കുന്നുണ്ട്. 12 കോച്ചുകളിലേക്ക് വിപുലീകരിക്കുന്നതിലൂടെ ഓരോ സർവീസിലും 100 കണക്കിന് അധിക യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പൊള്ളാച്ചിയിൽ നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്കാണ് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത്. അതിനിടെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയും അടിയന്തര ആരോഗ്യ പരിചരണവും ഉറപ്പാക്കാൻ വൻ പദ്ധതിയുമായി ദക്ഷിണ റെയിൽവേ ചെന്നൈ ഡിവിഷന് കീഴിലുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അടിയന്തര മെഡിക്കൽ റൂമുകളും അതോടൊപ്പം ഫാർമസികളും സ്ഥാപിക്കുന്നു. ചെന്നൈ, എഗ്മൂർ, താമ്പരം, കാട്ട്പാടി, ചെങ്കൽപ്പേട്ട തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളിലാണ് ആദ്യഘട്ടത്തിൽ സൗകര്യം ഒരുക്കുന്നത്. പദ്ധതിയുടെ പ്രവർത്തനവും പരിപാലനവും ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനായി റെയിൽവേ താൽപര്യപത്രങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞു. സ്റ്റേഷനുകളിലെത്തുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനടി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തുറന്ന ഈ ബിൽഡിംഗ് പ്രക്രിയയിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആവശ്യമായ പ്രവൃത്തി പരിചയവും നിയമപരമായ ലൈസൻസുമുള്ള പ്രമുഖ ആശുപത്രികൾ, ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഏജൻസികൾ എന്നിവർക്ക് ഈ ബിൽഡിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രാഥമിക ചികിത്സയ്ക്ക് പുറമെ കൂടുതൽ വിപുലമായ ചികിത്സ ആവശ്യമുള്ള രോഗികളെ മറ്റ് പ്രധാന ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനുള്ള റഫറൽ സംവിധാനവും റെയിൽവേ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഈ കേന്ദ്രങ്ങൾ വഴി ഏകോപിപ്പിക്കും. താൽപര്യമുള്ള ഏജൻസികൾക്ക് ഇന്ത്യൻ റെയിൽവേ ഈ പ്രൊക്യൂർമെന്റ് സിസ്റ്റം പോർട്ടൽ വഴി 2026 ജൂൺ 1 ഉച്ചയ്ക്ക് 3 മണി വരെ ബിഡുകൾ സമർപ്പിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.